എന്താണ് കിഴക്കൻ യൂറോപ്പും ഉത്തരേന്ത്യയും തമ്മിലുള്ള ജനിതക ബന്ധം? ഇരുവരും ഒരു ജനിതകം പങ്കിടുന്ന ജനതയാണോ? നമുക്ക് പരിശോധിക്കാം. ആഫ്റ്റർ മെനി മന്ത്സ് ദ ഓൺലൈൻ ഇൻട്രോ. വെൽക്കം ടു ടീം അലോൺസ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ നാം കുറേ കാലം പിന്നോട്ട് പോകേണ്ടതുണ്ട്. ഏകദേശം 22,000 മുതൽ 25,000 വർഷങ്ങൾ. അവിടെയാണ് നമ്മുടെ കഥാനായകൻ്റെ ജനനം. ഹാപ്ലോഗ്രൂപ്പ് R1a. ഇനി എന്താണ് ഹാപ്ലോഗ്രൂപ്പ് എന്ന് നോക്കാം. അതിനാദ്യം ഹാപ്ലോടൈപ്പ് എന്താണെന്ന് പഠിക്കാം. വാട്ട് ഈസ് ഹാപ്ലോടൈപ്പ്? എ ഹാപ്ലോടൈപ്പ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് alleles ഇൻ ആൻ ഓർഗാനിസം ദാറ്റ് ആർ ഇൻഹെറിറ്റഡ് ടുഗദർ ഫ്രം എ സിംഗിൾ പേരൻറ്റ്. ഒരൊറ്റ രക്ഷിതാവിൽ നിന്ന് ഒരുമിച്ച് പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു ജീവിയുടെ ഒരു കൂട്ടം അല്ലലുകളാണ് ഹാപ്ലോടൈപ്പ്. അല്ലലുകൾ എന്നാൽ ഒരു ജീനിൻ്റെ രണ്ടോ അതിലധികമോ ഇതര രൂപങ്ങളിൽ ഒന്ന് മ്യൂട്ടേഷനിലൂടെ ഉണ്ടാകുകയും ഒരേ സ്ഥലത്ത് ഒരു ക്രോമസോമിൽ കാണപ്പെടുകയും ചെയ്യുന്നു. Then what is haplogroup? An haplogroup is a group of similar haplotypes that share a common ancestor with a single nucleotide polymorphism mutation. ഹാപ്ലോഗ്രൂപ്പ് എന്നാൽ പൊതുവായ പാരമ്പര്യം പിന്തുടരുന്ന ഒരു കൂട്ടം സമാനമായ ഹാപ്ലോടൈപ്പുകളാണ്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലൊന്ന് പറഞ്ഞു തന്നാട്ടെ. ലളിതമായി പറഞ്ഞാൽ ഹാപ്ലോഗ്രൂപ്പ് എന്നാൽ ഒരു കൂട്ടം ഒരു പൊതു പൂർവികനെ പങ്കിടുന്ന ഒറ്റയായ ക്രോമസോമുകൾ അഥവാ ഒറ്റയായ DNA സ്ട്രാൻഡുകളാണ്. എല്ലാ വേർഷനുകളിലും ഒരേ മ്യൂട്ടേഷനാകും അവയ്ക്കുണ്ടാകുക. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആഴത്തിലുള്ള പൂർവിക ഉത്ഭവം ഹാപ്ലോഗ്രൂപ്പ് ഗ്രൂപ്പുകൾ കാണിക്കുന്നു. R1a എന്ന ഹാപ്ലോഗ്രൂപ്പ് ഉത്ഭവിച്ചത് ഏകദേശം 22,000 മുതൽ 25,000 വർഷങ്ങൾ മുൻപാണ്. ഇതിൻ്റെ ഉപവിഭാഗം R1a1a 5,800 വർഷങ്ങൾക്ക് മുമ്പ് ഉരുത്തിരിഞ്ഞു. പ്രോട്ടോ ഇൻഡോ യൂറോപ്യന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഈ ഉപവിഭാഗത്തിൻ്റെ ഉത്ഭവം ഒരു പങ്കുവഹിക്കുന്നു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ ജനിതക വകുപ്പിലെ ശാസ്ത്രജ്ഞനായ പീറ്റർ അണ്ടർഹിൽ 32 ശാസ്ത്രജ്ഞന്മാരടങ്ങുന്ന ടീം നടത്തിയ DNA പഠനങ്ങൾ പ്രകാരം R1aയുടെ ഉപവിഭാഗം 5,800 വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ്റെയും കിഴക്കൻ തുർക്കിയുടെയും പ്രദേശത്ത് ഉത്ഭവിച്ചു. യുറേഷ്യയിലാകമാനം 126 ജനസഞ്ചയങ്ങളിലുള്ള 16,244 ആളുകളുടെ DNA ശേഖരിച്ചാണ് ഈ ജനിതക പഠനം നടത്തിയത്. സ്ലാവിക്, ഇൻഡോ ഇറാനിയൻ തുടങ്ങിയ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു Y ക്രോമസോം ഹാപ്ലോഗ്രൂപ്പായി R1a നിലകൊള്ളുന്നു. തെക്ക് പടിഞ്ഞാറൻ ഏഷ്യ, മധ്യകിഴക്കൻ യൂറോപ്പ്, ഒരു പരിധിവരെ സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഇടയിൽ ശക്തമായ പരസ്പര ബന്ധം R1a കാണിക്കുന്നു. കിഴക്കൻ യൂറോപ്പ്, പശ്ചിമേഷ്യ, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിൽ ഇത് ഏറ്റവും വ്യാപകവുമാണ്. DNA R1a1aയും ഇൻഡോ യൂറോപ്യൻ ഭാഷകളുടെ വ്യാപനവും തമ്മിലുള്ള ബന്ധം 1999 ടി സർജലും സഹപ്രവർത്തകരും ആദ്യമായി കണ്ടെത്തി. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്ന 3 മിനിറ്റ് മാത്രമുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ചെക്ക് കമൻറ്റ് ബോക്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. നേരത്തെ പറഞ്ഞ ഡോക്ടർ അണ്ടർഹിലിൻ്റെ റിസർച്ചുകൾ പ്രകാരം R1aയ്ക്ക് 2 സബ് ഹാപ്ലോഗ്രൂപ്പുകളുണ്ട്. ഒന്ന് യൂറോപ്പിലും മറ്റൊന്ന് സെൻട്രൽ ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലും. 96% യൂറോപ്പിലുള്ള R1a സാമ്പിളുകളിൽ Z2A2 എന്ന സബ് ഹാപ്ലോഗ്രൂപ്പും 98.4% സെൻട്രലും സൗത്ത് ഏഷ്യയിലുമുള്ള R1a ലീനേജുകളിൽ സബ് ഹാപ്ലോഗ്രൂപ്പ് Z93യും കാണപ്പെടുന്നു. ഈ 2 ഗ്രൂപ്പുകളും ഏകദേശം 5,800 വർഷങ്ങൾക്ക് മുമ്പാണ് പിരിഞ്ഞത്. ഡോക്ടർ അണ്ടർഹിലിൻ്റെ റിസർച്ചുകൾ കാണിക്കുന്നത് ഇന്ത്യയിൽ ഭൂരിപക്ഷവും കാണുന്നത് Z93 ആണ്. ഇത് ഒന്നിലധികം ശാഖകളായി കൂടുതൽ പിളർന്നിരിക്കുന്നു എന്നതാണ്. ഈ നക്ഷത്രം പോലുള്ള ശാഖകൾ ദ്രുതഗതിയിലുള്ള വളർച്ചയുടെയും വ്യാപനത്തിൻ്റെയും സൂചനയാണെന്ന് റിസർച്ച് കണ്ടെത്തി. അതിനാൽ ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്നവർ വന്ന് അതിവേഗം ഇന്ത്യയിലുടനീളം വ്യാപിച്ച ഏകദേശം കാലഘട്ടം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ Z93 അതിൻ്റെ വിവിധ ഉപഗ്രൂപ്പുകളായി അല്ലെങ്കിൽ വംശപരമ്പരകളായി പിളർന്ന തീയതി നിങ്ങൾ കണ്ടെത്തിയാൽ മതിയാകും. ചുരുക്കത്തിൽ യൂറോപ്പ്, മധ്യേഷ്യ, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിൽ R1a പകുക്കൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഉപഗ്രൂപ്പ് Z2A2 യൂറോപ്പിൽ മാത്രം കാണപ്പെടുന്നു. മറ്റൊരു ഉപഗ്രൂപ്പ് Z93 മധ്യേഷ്യയിലും ദക്ഷിണേഷ്യയിലും മാത്രമാണ് കാണപ്പെടുന്നത്. കൂടാതെ Z93യുടെ 3 പ്രധാന ഉപഗ്രൂപ്പുകൾ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഹിമാലയം എന്നിവിടങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. വെങ്കലയുഗത്തിൽ മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക്
ജീനുകളുടെ ഗണ്യമായ ഒഴുക്ക് ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ നമുക്കറിയാം. ഇതിൻ്റെ കാലഘട്ടം, പ്രത്യേകിച്ച് Z93 സ്വന്തം ഉപവംശങ്ങളിലേക്ക് പിളർന്നത് സംബന്ധിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? അതെ, നമുക്ക് കഴിയും. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഗവേഷണ പ്രബന്ധം 2016 ഏപ്രിലിൽ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ടൈറ്റിൽ പഞ്ച്വേറ്റഡ് ബേഴ്സ് ഇൻ എ ഹ്യൂമൻ മെയ്ഡ് ഡെമോഗ്രഫി ഇൻഫേർഡ് ഫ്രം 1244 വേൾഡ് വൈഡ് Y ക്രോമസോൺ സീക്വൻസസ്. 5 കോണ്ടിനെൻ്റൽ പോപ്പുലേഷനുകളിലെ DNA ഹാപ്ലോഗ്രൂപ്പുകളുടെ പ്രധാന വ്യാപനം പരിശോധിച്ച ഈ പ്രബന്ധം സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡേവിഡ് പോസ്നിക് രചിച്ചതാണ്. ഡോക്ടർ അണ്ടർഹിൽ 42 സഹരചയിതാക്കളിൽ ഒരാളാണ്. ഏകദേശം 4000 മുതൽ 4500 വർഷങ്ങൾക്ക് മുമ്പ് Z93യുടെ ഏറ്റവും ശ്രദ്ധേയമായ വ്യാപനം സംഭവിച്ചു എന്നും പഠനം കണ്ടെത്തി. ഇത് ശ്രദ്ധേയമാണ് കാരണം ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസ് വാലി സിവിലൈസേഷൻ തകരാൻ തുടങ്ങിയതാണ്. ഈ വ്യാപനമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പതനത്തിന് കാരണമായതെന്ന് സൂചിപ്പിക്കുന്നതിന് പുരാവസ്തുപരമായോ അല്ലാതെയോ ഇതുവരെ തെളിവുകളൊന്നുമില്ല. ഈ 2 സംഭവങ്ങളും ഒരേ സമയത്താണ് സംഭവിച്ചത്. ഒരുപക്ഷെ ഈ കുടിയേറ്റം ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പതനത്തിന് കാരണമായേക്കാം, ആകാതെയും ഇരിക്കാം. ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ജനിതകശാസ്ത്ര വിഭാഗത്തിലെ ജനിതക ശാസ്ത്രജ്ഞനും പ്രൊഫസറുമായ ഡേവിഡ് റൈക്ക് 2009 എഴുതിയ റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യൻ പോപ്പുലേഷൻ ഹിസ്റ്ററി എന്ന തലക്കെട്ടിൽ നേച്ചറിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്നതാണ്. ഈ പഠനം ഇന്ത്യൻ ജനതയുടെ ജനിതക ഘടന കണ്ടെത്താൻ ആൻസിസ്ട്രൽ നോർത്ത് ഇന്ത്യൻസ് ANI, ആൻസിസ്ട്രൽ സൗത്ത് ഇന്ത്യൻസ് ASI എന്നിങ്ങനെയുള്ള സൈദ്ധാന്തിക ഘടന ഉപയോഗിച്ചു. ANI മധ്യപൗരസ്ത്യ ദേശക്കാർ, മധ്യേഷ്യക്കാർ, യൂറോപ്യന്മാർ എന്നിവരുമായി ജനിതകപരമായി അടുപ്പമുണ്ടെന്ന് പഠനം തെളിയിച്ചു. അതേസമയം ആൻസിസ്ട്രൽ സൗത്ത് ഇന്ത്യൻസ് ASI ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നു. പരമ്പരാഗതമായി ഉയർന്ന ജാതിക്കാരിലും ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്നവരിലുമാണ് ANI കമ്പോണന്റ് കൂടുതലായി കാണപ്പെടുന്നത്. ഇന്ത്യയിലെ മിക്ക ജനതകളും ഈ 2 ജനസംഖ്യയുടെ മിശ്രിതമായി കണക്കാക്കാമെന്ന് പഠനം തെളിയിച്ചു. ഇതിനെക്കുറിച്ച് ഏറ്റവും ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ നാം ഇന്ത്യക്കാരുടെ ജനിതകം എന്നൊരു വീഡിയോ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. R1a1a യൂറോപ്പിൽ. R1aയുടെ സബ്ക്ലേഡായ R1a1a മധ്യ കിഴക്കൻ യൂറോപ്യൻ വംശജരുടെ ഇടയിൽ ഉയർന്ന തലങ്ങളിൽ കാണപ്പെടുന്നു. ചെക്ക് വംശജർ, ഹംഗേറിക്കാർ, പോളണ്ടുകാർ, സ്ലോവക്യക്കാർ, പടിഞ്ഞാറൻ ഉക്രൈൻകാർ, മോൾഡോവക്കാർ, റഷ്യക്കാർ എന്നിവരിൽ 35 മുതൽ 65% വരെ കാണപ്പെടുന്നു. ബാൾട്ടിക് വംശജരിൽ ലിത്വാനക്കാരിൽ 45% നിന്ന് എസ്റ്റോണിക്കാരിലേക്ക് 30%-മായി R1a1a ഫ്രീക്വൻസികൾ കുറയുന്നു. സ്കാൻഡിനേവിയൻ വംശജരായ ആളുകളുടെ ഇടയിലും ഗണ്യമായ സാന്നിധ്യമുണ്ട്. നോർവേയിലും ഐസ്ലാൻഡിലും 20 മുതൽ 30% വരെ പുരുഷന്മാരിൽ R1a1a ഉണ്ട്. വൈക്കിങ്ങുകളിലും നോർമാൻസും R1a വംശപരമ്പരയെ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുപോയതാകാം. ബ്രിട്ടീഷ് ഐലൻഡ്സ്, കാനറി ഐലൻഡ്സ്, സിസിലി എന്നിവിടങ്ങളിൽ ചെറിയ തോതിൽ ഈ ജീൻ കാണപ്പെടുന്നു. കിഴക്കൻ ജർമ്മനിയിൽ 31.3%-ഓളം R1a1a കാണപ്പെടുന്നു. തെക്കൻ യൂറോപ്പിൽ R1a1aയുടെ സാന്നിധ്യമില്ല. എന്നാൽ വടക്കൻ സ്പെയിൻ, വെനീസിലെ പ്രദേശങ്ങൾ, ഇറ്റലിയിലെ കദാബ്രിയ എന്നിവിടങ്ങളിൽ ഗണ്യമായ നിലയിൽ ഈ ഹാപ്ലോഗ്രൂപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഏഷ്യയിൽ തജകിസ്ഥാനിൽ തജകിസ് വംശജരിൽ ഒരു സാമ്പിളിൽ 64%, കിർഗിസ്ഥാനിൽ കിർഗിസ് വംശജരുടെ ഒരു സാമ്പിളിൽ 63% R1a1a കണ്ടെത്തി. അഫ്ഗാനിൽ നിന്ന് ഒരു കൂട്ടം സാമ്പിളുകളിൽ 26%, നൂറിസ്ഥാനികളുടെ ഒരു സാമ്പിളിൽ 60%, പസ്തൂണുകളുടെ ഒരു സാമ്പിളിൽ 51%, ഉസ്ബെക്കുകളിൽ 17.6%, ഹസാരകളുടെ ഒരു സാമ്പിളിൽ 67%, തുർക്ക്മെൻ വംശജരുടെ ഇടയിൽ ഒരു സാമ്പിളിൽ മാത്രവും R1a1a കാണപ്പെടുന്നു. സൗത്ത് ഏഷ്യ. ദക്ഷിണേഷ്യയിൽ നിരവധി ജനവിഭാഗങ്ങളിൽ R1a1a കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ ബ്രാഹ്മൺസ് 72%, കിഴക്ക് ഗുജറാത്ത് ലോഹനാസ് 60%, പടിഞ്ഞാറ് ഖത്രികൾ 67%, വടക്കും തെക്കുമുള്ള അയ്യങ്കാർ ബ്രാഹ്മണർ 31%, ദക്ഷിണേഷ്യൻ ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന നിരവധി ആദിവാസികളിൽ ഈ ജീൻ കണ്ടെത്തിയിട്ടുണ്ട്. ചെഞ്ചു 26%, ആന്ധ്രാപ്രദേശിലെ വാൽമീകികൾ, കോട്ട എന്നിവരിൽ 22.58%, തമിഴ്നാട്ടിലെ കല്ലാർ എന്നിവിടങ്ങളിൽ R1a1a ഗോത്രവർഗ ദക്ഷിണേന്ത്യക്കാരിൽ വ്യാപകമാണെന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇതുകൂടാതെ മണിപ്പൂരിൽ 50%,
അങ്ങേയറ്റത്തെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും പഞ്ചാബികളുടെ ഇടയിൽ 47%, അങ്ങേയറ്റത്തെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും പ്രാദേശികമായി വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളിൽ ഉയർന്ന ശതമാനമുണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. പാകിസ്ഥാനിൽ തെക്ക് സിന്ധ് പ്രവിശ്യയിലെ മൊഹന്ന ഗോത്രത്തിൽ 71%, വടക്ക് ഗിൽജിത് ബലൂചിസ്ഥാനിലെ ബലൂജികളിൽ 46% കാണപ്പെടുന്നു. ശ്രീലങ്കയിലെ സിംഹളരിൽ 23% R1a1a കണ്ടെത്തി. നേപ്പാളിൽ തരായ മേഖലയിലെ ചിതാൻ ജില്ലയിലെ ഹിന്ദുക്കളിൽ ഇത് 69% എന്ന റിപ്പോർട്ട് കാണിക്കുന്നു. നമ്മുടെ ടൈറ്റിലിൽ കിഴക്കൻ യൂറോപ്പും ഉത്തരേന്ത്യയും തമ്മിലുള്ള ജനിതക ബന്ധം എന്നായിരുന്നുവല്ലോ. R1a1a ഹാപ്ലോ ഗ്രൂപ്പിൻ്റെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് കിഴക്കൻ യൂറോപ്പ് കഴിഞ്ഞാൽ R1a1aയുടെ ഫ്രീക്വൻസി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് R1a1a അക്കോർഡിംഗ് ടു അണ്ടർഹിൽ 2010. ഈ ഇമേജ് നോക്കിയാൽ കൂടുതൽ വ്യക്തമാവും. ഹയസ്റ്റ് ഫ്രീക്വൻസികൾ കിഴക്കൻ യൂറോപ്പിലും അഖണ്ഡ ഭാരതത്തിലുമാണ്. ഇതിൽ ഓൾ ടെക്സ്റ്റ് എക്സ്പാൻഷൻ നടന്നിരിക്കുന്നത് പഞ്ചാബ്, ഗുജറാത്ത് മേഖലകളിലാണ്. സോ കോൾഡ് ആര്യൻ മൈഗ്രേഷൻ ഇവിടെ വ്യക്തമാണ്, സ്പഷ്ടവുമാണ്. R1a ആൻഡ് ഇൻഡോ യൂറോപ്യൻസ്. ഇവിടെ യൂറോപ്പിലെ R1a സബ്ക്ലൈഡായ Z28ഉം ഏഷ്യയിലെ സബ്ക്ലൈഡായ Z93യും രണ്ടായി പിരിഞ്ഞു ഒന്ന് യൂറോപ്പിലേക്കും ഒന്ന് ഏഷ്യയിലേക്കും വ്യാപിക്കുന്നത് കാണാം. Z93 പഞ്ചാബ് ഭാഗം വഴിയാണ് എൻ്റർ ചെയ്തതെന്ന് കാണാം. നേരത്തെ കണ്ട ഇമേജിലും ഓൾടെക്സ് എക്സ്പാൻഷൻ ഈ പ്രദേശത്താണ്. ഇവിടെ നിന്നാണ് നോർത്ത് ഇന്ത്യയിലേക്ക് മുഴുവൻ വ്യാപിച്ചതെന്ന് കാണാം. ഈ ഇമേജിൽ ഈസ്റ്റേൺ യൂറോപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡാർക്ക് നിറത്തിലുള്ള ഫ്രീക്വൻസി ഉള്ളത് UPയിലും പരിസര പ്രദേശങ്ങളിലുമാണെന്ന് കാണാം. ഈ ഇമേജിലും അതുപോലെ തന്നെ കാണാം. R1a ഏറ്റവും സ്ട്രോങ്ങർ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും വീക്കർ ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന സൗത്ത് ഇന്ത്യയിലാണ്. ജാതിപരമായി നോക്കുകയാണെങ്കിൽ 70%-ഓളം ബ്രാഹ്മണരിൽ കാണപ്പെടുന്നു. ഏറ്റവും കുറവ് ആദിവാസികളിലാണ്. R1a ഫ്രീക്വൻസി ബൈ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രാഹ്മൺ ജമ്മു 37.7%, ബ്രാഹ്മൺസ് UP 49.7%, ബ്രാഹ്മൺ ആന്ധ്ര 26.3%, ബ്രാഹ്മൺ മധ്യപ്രദേശ് 36.19%, ഖത്രി പഞ്ചാബ് ആൻഡ് ഹരിയാന 67%, ബൻസാലി ഗുജറാത്ത് 67%, അഹിർ പഞ്ചാബ് ഓർ ഹരിയാന 63%, ബ്രാഹ്മൺ ഉത്തരാഖണ്ഡ് 47.62%, ബ്രാഹ്മൺ വെസ്റ്റ് ബംഗാൾ 48.98%, മണിപ്പൂരി 50%, ലോഹന്ന ഗുജറാത്ത് 60%. ഋഗ്വേദ ഇൻ മലയാളം എന്ന നിലവിൽ 30K വ്യൂസ് കിട്ടിയ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സ് ആൻഡ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലെ കമൻറ്റ് ബോക്സ് മുഴുവൻ പുറത്തുനിന്ന് ആരും ഭാരതത്തിലേക്ക് വന്നിട്ടില്ല. ഔട്ട് ഓഫ് ഇന്ത്യയെ പറ്റി വാദിക്കുന്ന ധാരാളം കമൻറ്റുകളുണ്ട്. ഭാഷാശാസ്ത്രം, സരസ്വതി നദി എക്സെട്ര ഒക്കെ പൊളിഞ്ഞപ്പോൾ കുരിശ് തീവ്രവാദി, കൂലിയെഴുത്ത്, ഹിന്ദുക്കളെ കാശ് വാങ്ങി തകർക്കുന്നു എന്നൊക്കെയായി. നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യയിലെ സോക്കാൾഡ് അപ്പർ കാസ്റ്റ് മുതൽ ആദിവാസികൾ വരെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരിലുമുള്ള ഈ ആര്യൻ ജീൻ എന്ന് വിളിക്കുന്ന R1a1a ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ ഹിന്ദുക്കൾക്കെതിരാകും എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. IIT ആര്യൻ മൈഗ്രേഷൻ തെറ്റാണെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അറിവുള്ളവർ അതുകൂടി കമൻറ്റ് ചെയ്യുക. നന്ദി. പോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്.